രക്ഷപ്പെട്ടു. ഈ മാരണ ഇന്നത്തോട് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഇനി വിഷ്ണുവേട്ടൻ എന്റേത് മാത്രം. ഇനി ഞങ്ങൾക്കിടയിൽ ആരുമില്ല. അതെ, എവിടെയാവാ ഉള്ളത്? എന്താ അവന്റെ പേര്? ചോദിക്കു ഭാമേ, ബാക്കിയുള്ള കാര്യങ്ങളൂടെ. ഹർഷൻ എന്നാണെന്ന് പറയടി. പറഞ്ഞു കൊടുക്കടി ആരാണെന്ന്. ആരായാലും നിങ്ങളുടെ വിവാഹം സത്യാമ നടത്തി തരും. സത്യമേ, ഞാൻ സ്നേഹിക്കുന്ന ആള് അയാൾ ഇവിടെ തന്നെയുണ്ട്. സത്യമേ, ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും ഈ വിഷ്ണുവേട്ടൻ തന്നെയാ. സത്യമേ, ഞാനോ? വെള്ളം പറയുന്നോളി പന്ന. വിഷ്ണുട്ടാ, കണ്ണ വീണ്ടും ചതിച്ചല്ലേ? നീ അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നെ മധുശ്രീ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ മറ്റൊരു നിവർത്തിയില്ലാതെ വന്നപ്പോ ഇവിടെ സ്നേഹിക്കുന്ന ഹർഷൻ എന്ന് പറയുന്ന ആള് അവൻ തിരിച്ചെത്തുന്നവരെ ഇവിടെ എന്റെ ഭാര്യയായിട്ട് നിങ്ങളുടെ കൂമ്പിൽ കഴിയാന്നുള്ള കരാറില് ഞാൻ വിളിച്ചോണ്ട് വന്നാ ഇവിടെ. ഈ താലി ഞാൻ കിട്ടിയൊന്നുമല്ല. മറ്റൊരു നിവർത്തിയില്ലാതെ എന്നോട് ഊരാൻ പറഞ്ഞു. അതൊരു വിശ്വാസത്തില ഞാൻ എന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്നത്. അമ്മേ, ഇവിടെ വിശ്വസിക്കരുത്. ഇവിടെ കള്ളിയാ, പേരും കള്ളി. വിഷ്ണുട്ടാ, എന്തൊക്കെയായി പറയുന്നേ? പറഞ്ഞു വിശ്വസിപ്പിച്ചതല്ലേ എന്നെ. എന്നിട്ട് ഇവളെ കണ്ടപ്പോ എന്നെ ഒഴിവാക്കല്ലേ? എന്നെ ഒഴിവാക്കല്ലേ വിഷ്ണുട്ടാ? വിഷ്ണുട്ടനെ മാത്രം കണ്ടോണ്ട് അച്ഛനെ അമ്മയെ വരെ ഒഴിവാക്കി വന്നതാ ഞാൻ. വിഷ്ണുട്ടൻ കൂടി കൈയൊഴിഞ്ഞ പിന്നെ എനിക്ക് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല. ശാലിനി പറയുന്നത് കേട്ട് എന്നെ കൈ ഒഴിയല്ലേ വിഷ്ണുട്ടാ? സത്യമേ, ശാലിനി ഇനി ഒരിക്കലും വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഞാൻ വിഷ്ണുവേട്ടനൊപ്പം ഇറങ്ങി വന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ. കാർത്തികേ, സത്യങ്ങളൊക്കെ എനിക്കറിയാം. നിന്റെ അമ്മയ്ക്കും അറിയാം. ഇപ്പൊ നീ കാരണം തകരുന്നത് ഈ മാഡത്തിന്റെ ജീവിതം. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അവസാനിപ്പിച്ചേക്ക് നിന്റെ ഈ നാടകം. എന്നിട്ട് ഇറങ്ങി വാ ഞങ്ങളുടെ കൂടെ. ഇങ്ങോട്ട് വരാൻ വാ, ഇങ്ങോട്ട്.
അമ്മേ അമ്മയെ ധിക്കരിച്ച് പറയല്ല. അമ്മ എടുക്കുന്ന തീരുമാനങ്ങളോട് ഒരു പരിധി വരെ എതിര് പറയുന്നവനല്ല ഞാൻ. പക്ഷെ ഇതിനെനിക്ക് മറുപടി കിട്ടിയേ തീരൂ. സത്യം എന്താന്ന് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടും ഇപ്പൊ കണ്ണടച്ചിരുട്ടാക്കലാണ് അമ്മ ചെയ്യുന്നേ. കാരണം എന്താ? ഈ ശാലിയോടുള്ള ദേഷ്യം. അമ്മയ്ക്ക് അവളെ ഉൾക്കൊള്ളാനാവുന്നില്ല. അത് തന്നെയല്ലേ സത്യം. ഇപ്പൊ അമ്മയ്ക്ക് വലുത് ഈ മകന്റെ സന്തോഷമല്ല, വാശിയാ. ശാലിനിക്ക് മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്നുള്ള അമ്മയുടെ ഒരിക്കലും തീരാത്ത വാശി. അതേടാ, അത് തന്നെയാടാ.